വി സി വുഡ്സിലേക്ക് അവർക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം വി സി. മിഷൻ ഇംപോസിബിൾ ഫൈനൽ റെക്കണിംഗ് എന്ന സിനിമയുടെ ട്രെയിലർ റിലീസായിരിക്കണം. അതിൽ കണ്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. മിഷൻ ഇംപോസിബിൾ ഫ്രാഞ്ചൈസിൽ വരുന്ന 8ാമത്തെ സിനിമ, ഇത് അവസാനത്തെ സിനിമയാണെന്ന് പറയുന്നുണ്ട്. യെസ്, മിഷൻ ഇംപോസിബിൾ ഫ്രാഞ്ചൈസ് അവസാനിക്കാൻ പോവുകയാണ്. മേ ബി ഒരു പക്ഷേ ഇത് മിഷൻ ഇംപോസിബിൾ എന്ന ഈതൻ ഹണ്ടിൻ്റെ കഥാപാത്രത്തിൻ്റെ ഒരു എൻഡിങ് ആയിരിക്കാം. പ്രോബബ്ലി മിഷൻ ഇംപോസിബിൾ എന്ന ഫ്രാഞ്ചൈസ് തീരത്തില്ല. അതിനെ ബേസിൽ ഈ സിനിമ വരാൻ ചാൻസ് ഉണ്ട്. കാരണം മിഷൻ ഇംപോസിബിൾ എന്ന് പറയുന്നത് ഒരു വലിയ ബ്രാൻഡാണ്. അതിനെ ബേസിൽ സിനിമാസ് എടുത്തുകൊണ്ട് ചാൻസ് വളരെ കൂടുതലാണ്. എന്തായാലും ഇപ്പോൾ പാരമൗണ്ട് പറഞ്ഞിരിക്കുന്നത് മിഷൻ ഇംപോസിബിൾ ഫ്രാഞ്ചൈസ് ഈ ഒരു സിനിമയിലൂടെ മിഷൻ ഇംപോസിബിൾ 8 ഫൈനൽ റെക്കോർഡിലൂടെ അവസാനിക്കാൻ പോകുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. സോ ഇതിൻ്റെ അകത്ത് നമ്മുടെ ഈതൻ ഹണ്ട്, നമ്മുടെ ടോം ക്രൂസ് ഈതൻ ഹണ്ടായിട്ട് റിട്ടേൺ ആയിരിക്കുകയാണ്. ആൻഡ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, മിഷൻ ഇംപോസിബിൾ സിനിമ എന്ന് പറയുമ്പോൾ ഫസ്റ്റിൻ്റെ സ്റ്റൺസാണ് വരുന്നത്. ആൻഡ് ഈ സിനിമയ്ക്ക് സ്റ്റൺസിൻ്റെ അകത്ത് യാതൊരു പഞ്ഞമില്ല. ആൻഡ് ഈ ട്രെയിലറിൽ തന്നെ നോക്കുകയാണെങ്കിൽ ഭയങ്കര ഫാസ്റ്റായിട്ട് ഒരുപാട് സ്റ്റൺസ് പോകുന്നുണ്ട്. അത് കാർ ചേസ്, എയ്റോപ്ലെയിൻ ചേസ്, അണ്ടർ വാട്ടർ ഫൈറ്റ് സീക്വൻസ്, അങ്ങനെ വേണ്ട ഒരു ടണ്ണ് കണക്കിന് ഫൈറ്റ് സീക്വൻസ് ഈ സിനിമയ്ക്കകത്ത് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. മിക്കവാറും അണ്ടർ വാട്ടർ സീൻസൊക്കെ മിക്കവാറും പ്രാക്ടിക്കലായിട്ട് ചെയ്ത് തന്നെ ആയിരിക്കാം, ക്ലിയർ ആയിട്ട് അറിയത്തില്ല. എന്തായാലും ആ ഫ്ലൈറ്റ് സീക്വൻസ്, ആ ഒരു പ്ലെയിനിൽ ഫൈറ്റ്, അത് റിയലി ഒറിജിനലായിട്ട് തന്നെ നമ്മുടെ ടോം ക്രൂസ് ചെയ്ത കാര്യമാണ്. ആൻഡ് ഇപ്പോൾ നമ്മൾ ട്രെയിലറിൻ്റെ അകത്തേക്ക് പോവുകയാണെങ്കിൽ ഇത് നമ്മൾ ഇതിനു മുമ്പ് വന്ന മിഷൻ ഇംപോസിബിളിൻ്റെ 7th പാർട്ടിൻ്റെ ഒരു കണ്ടിന്യൂഷനാണ്. ആൻഡ് അത് മാത്രമല്ല, ഇത് മിഷൻ ഇംപോസിബിളിൻ്റെ ഒരു എൻഡ് ഗെയിം പോലത്തെ സിനിമ ആയതുകൊണ്ട് തന്നെ ഇതിനു മുമ്പ് വന്ന എല്ലാ മിഷൻ ഇംപോസിബിൾ സിനിമയുടെയും ഓരോ ഹിൻസ്, ഓരോ കാര്യങ്ങൾ സിനിമയ്ക്കകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഉദാഹരണം നോക്കുകയാണെങ്കിൽ മിഷൻ ഇംപോസിബിൾ ഫസ്റ്റ് സിനിമയ്ക്കകത്ത് ഒരു നൈഫ് കാണിച്ചിട്ടുണ്ടാവും. ആ നൈഫ് ഈ സിനിമയ്ക്കകത്ത് ടീസ് ചെയ്തിട്ടുണ്ട്. അത് മാത്രമല്ല, അതുപോലെ തന്നെ മിഷൻ ഇംപോസിബിളിൻ്റെ 3rd പാർട്ടിൽ റാബിറ്റ് ഫുട്ട് എന്ന് പറഞ്ഞിട്ടൊരു ബയോ വെപ്പൺ കാണിച്ചിട്ടുണ്ടാവും. അതും ഈ പടത്തിൽ ടീസ് ചെയ്തിട്ടുണ്ട്. സോ പ്രോബബ്ലി ഇതിനു മുമ്പ് വന്ന 7 സിനിമകളുടെയും പല കണക്ഷൻസും ഈ സിനിമയിൽ കണക്റ്റ് ആവാൻ ചാൻസ് വളരെ കൂടുതലാണ്. സോ ഇതിൻ്റെ മിഷൻ ഇംപോസിബിളിൻ്റെ 7th പാർട്ട് നോക്കുകയാണെങ്കിൽ ഈതൻ ഹണ്ട് ഒരു എഐക്ക് എതിരെ ഫൈറ്റ് ചെയ്തിട്ടുണ്ടാവും. ആൻഡ് ഒരു സബ്മറൈനിൽ ഒരു എ ഉണ്ടാവും, എൻറ്റിറ്റി എന്ന് പേരുള്ള. ആ എ പെട്ടെന്ന് രോഗമായിട്ട് ആ സബ്മറൈൻ ഫുള്ളായിട്ട് മുങ്ങിയിട്ടുണ്ടാവും. അതിനുശേഷം നോക്കുകയാണെങ്കിൽ ഇൻ്റർനെറ്റ് വഴി ആക്സസ് ചെയ്തിട്ട് ന്യൂക്ലിയർ കോഡ്സ്, ഫിനാൻഷ്യൽ വേൾഡ്, പല സാധനങ്ങളും അത് ആക്ടിവേറ്റ് ചെയ്തിട്ടുണ്ടാവും. അത് മാത്രമല്ല, അതിനെ സംരക്ഷിക്കാൻ വേണ്ടി അതൊരു അസാസിനെ തന്നെ നമ്മളെ റിയൽ വേൾഡിൽ അപ്പോയിൻറ്റ് ചെയ്തിട്ടുണ്ടാവും, ഗാബ്രിയൽ എന്ന് പേരിട്ടുള്ള. ആൻഡ് അത്രയും പവർഫുള്ളായ ഒരു എ ആണ് ഇതിൽ വില്ലനായിട്ട് വരുന്നത്. ആൻഡ് ആ എയെ കൺട്രോൾ ചെയ്യാനുള്ള കീ ആക്ച്വലി നോക്കിയാണെങ്കിൽ ഈതൻ ഹണ്ടിൻ്റെ കയ്യിലുണ്ട്. പക്ഷേ സബ്മറൈൻ എവിടെയാണെന്ന് ആക്ച്വലി നമ്മുടെ ഈതൻ ഹണ്ടിന് അറിഞ്ഞുകൂടാ. അത് വില്ലന് മാത്രമേ അറിയാവൂ. ആ എയെ പ്രൊട്ടക്ട് ചെയ്യാൻ വെച്ചിരുന്ന അസാസിന് മാത്രമേ അറിയാവൂ. സോ ഈ ട്രെയിലർ ഒരു സൈഡിൽ നമ്മൾ ടോം ക്രൂസ്, അതായത് ഈതൻ ഹണ്ട് ആ സബ്മറൈനിൽ പോയതായും അതിൻ്റെ മദർ ബോർഡ് അവിടെ നിന്ന് ഡിസ്ലൊക്കേറ്റ് ആയിട്ട് കാണിക്കുന്നുണ്ട്. പ്രോബബിളി സിനിമയിലെ ഫസ്റ്റ് ഹാഫിൽ തന്നെ ഈ ഒരു എയെ ഡിസമാൻഡിൽ ചെയ്തിട്ടുണ്ടാവാം. അതിനുശേഷമാണ് ഈ കഥ നടക്കുന്നത്. കാരണം നമ്മൾ ടോം ക്രൂസ് നോക്കുകയാണെങ്കിൽ പലയിടത്തും ഓടിക്കൊണ്ടിരിക്കുകയാണ്. കാരണം നമ്മളെ ടോം ക്രൂസിൻ്റെ കീ ഉണ്ട്. അദ്ദേഹം പോയി ഈ ഒരു സബ്മറൈൻ്റെ അകത്തുള്ള ഈ ഒരു എയുടെ മദർ ബോർഡ് കംപ്ലീറ്റ് ആയിട്ട് റിമൂവ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ എയുടെ ബോർഡ് അദ്ദേഹത്തെ കയ്യിലാണ്. എല്ലാ രാജ്യത്തിനും ആക്ച്വലി ഇത്രയും പവർഫുൾ ആയിട്ടുള്ള എ ആവശ്യമുണ്ട്. പ്രോബബ്ലി ഇത് ഈ ഒരു സിനിമയ്ക്കകത്ത് നമ്മളുടെ ടോം ക്രൂസിനെ, ഈതൻ ഹണ്ടിനെ ഒരു രാജ്യദ്രോഹിയായിട്ട്, അപ്പം എല്ലാ സിനിമകളിലും നടക്കാറുണ്ട്, അദ്ദേഹത്തിന് ഒരു രാജ്യദ്രോഹിയായിട്ട് മുദ്ര കുത്താറുണ്ട്. അതുപോലെ തന്നെ ഈ സിനിമയ്ക്കകത്ത് നടത്താൻ ചാൻസ് വളരെ കൂടുതലാണ്. കാരണം സിനിമയുടെ ഫസ്റ്റ് ഹാഫിൽ അദ്ദേഹം മിക്കവാറും ഈ എയെ ഡിസേബിൾ ആയി കാണാം. സോ അതിൻ്റെ ഒരു ഹാർഡ് ഡിസ്ക് ഇദ്ദേഹത്തിൻ്റെ ഉണ്ടാകാം. സോ അതിനുവേണ്ടി എല്ലാ രാജ്യങ്ങളും ഇദ്ദേഹം തിരക്കി വരുന്നതായിരിക്കാം. ഇല്ല എങ്കിൽ ഈ എയെ ഈ ഒരു റിയൽ വേൾഡിൽ വരാൻ വേണ്ടിയിട്ട് നമ്മൾ ടോം ക്രൂസിന് ഉപയോഗിച്ച്, അല്ലെങ്കിൽ മൈൻഡ് കൺട്രോളും ചെയ്തത്. കാരണം ഒരു സീനിൽ, ഒരു സ്പെസിഫിക് സീനിൽ നോക്കുകയാണെങ്കിൽ ഒരു മാസ്കിൽ നെറ്റിൽ നോക്കുകയാണെങ്കിൽ എയുടെ സിമ്പിളും കാണിക്കുന്നുണ്ട്. പ്രോബ്ലി അങ്ങനെ സിനിമ എടുത്തുകൊണ്ട് ചാൻസ് കൂടുതലാണ്. ആൻഡ് ഒരുപാട് സിനിമയുടെ കഥകൾ വന്ന് പോകുന്നുണ്ട്. ടെർമിനേറ്ററിൻ്റെ കഥ ഓർമ്മ വരുന്നുണ്ട്. ടെർമിനേറ്ററിലും ഒരു ഒരു റോബോട്ടായിട്ട് വരുമ്പോഴാണ് കഥ. ഇനിയിപ്പോൾ അങ്ങനെ എടുത്തുകൊണ്ട് പോകുമെന്ന് നമുക്കറിയത്തില്ല. ആൻഡ് ഈ ഒരു സിനിമ നോക്കുകയാണെങ്കിൽ ബേസിക്കലി അതിന് ആ ഒരു വൈസസ് ഈതൻ ഹണ്ടിൻ്റെ ബേസാണ് പോകാൻ പോകുന്നത്. അത് മാത്രമല്ല, ഇതിനു മുമ്പ് വന്ന വില്ലന്മാരും അപ്പിയർ ആവാൻ ചാൻസ് വളരെ കൂടുതലായിരിക്കാം, ക്ലിയർ ആയിട്ട് അറിയത്തില്ല. പക്ഷേ സിനിമയ്ക്ക് ആക്ഷൻ ഒരു പഞ്ഞമില്ല. സിനിമയ്ക്കകത്ത് ഒരു അണ്ടർ വാട്ടർ സീക്വൻസ് കാണിച്ചിട്ടുണ്ട്. അത് ഐസിൻ്റെ അകത്ത്. ഇത് പ്രാക്ടിക്കലായിട്ട് ചെയ്തതാണെന്ന് അറിയത്തില്ല. ഇതെന്ത് നോക്കിയാൽ ഡ്രസ്സൊന്നും ഇല്ലാതാണ് വെള്ളത്തടി കിടക്കുന്നത്. ഇതുപോലൊരു സീൻ നോക്കുകയാണെങ്കിൽ മിഷൻ ഇംപോസിബിളിൻ്റെ 5th പാർട്ടിൽ വന്നിട്ടുണ്ടാവും. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, എടുക്കാൻ വേണ്ടി പോകുന്ന ഒരു സീനിൽ കാണിച്ചിട്ടുണ്ടാവും. അത് റിയലായിട്ട് ചെയ്തതാണ്. ആൻഡ് ഇതിൽ അദ്ദേഹം ഒരു സ്ത്രീ അദ്ദേഹത്തിനെ രക്ഷിക്കുന്നുണ്ട്. ഇതിനു മുമ്പ് അദ്ദേഹത്തിൻ്റെ ഗേൾ ഫ്രണ്ടിനെ കഴിഞ്ഞ പാർട്ടി കൊന്നു കളഞ്ഞു. അദ്ദേഹം സ്വപ്നം കാണുന്നതാണോ എന്ന് ക്ലിയർ ആയിട്ട് നമുക്ക് അറിയത്തില്ല. മേ ബി സ്വപ്നം കാണുന്നതായിരിക്കാം. സോ വെള്ളത്തിൻ്റെ ഇടയിലും ഫൈറ്റ് സീക്വൻസ് വരുന്നുണ്ട്. അതുകൊണ്ട് എയ്റോപ്ലെയിനിൽ ഫൈറ്റ് സീക്വൻസ് വരുന്നുണ്ട്. 2 ഫ്ലൈറ്റിലായിട്ട് വരുന്നുണ്ട്. ഒരു റെഡ് ഫ്ലൈറ്റിലും അതിനൊരു യെല്ലോ എയ്റോപ്ലെയിനും കൂടെ ചേർന്നൊരു ഫൈറ്റ് സീക്വൻസ് നടക്കുന്നുണ്ട്. ആൻഡ് ഇതും റിയലായിട്ട് ചെയ്തതാണ്. കാരണം ഇതിൻ്റെ പ്രൊമോ സമയത്തൊക്കെ അതിൻ്റെ ഇത് കാണിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ക്ലൈമാക്സ് നോക്കുകയാണെങ്കിൽ ഈതൻ ഹണ്ട് എന്നെ അവസാനം ഒരു സമയത്തേക്ക് വിശ്വസിക്കുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. സോ
എന്താ പറയുക, ഒരു എലാബറേറ്റഡ് ട്രെയിലർ അല്ല, പക്ഷേ എന്താ പറയുക, ഭയങ്കര ഫാസ്റ്റ് മൂവിങ് ആയിട്ടുള്ള ട്രെയിലറാണ്. ഒരുപാട് കാര്യങ്ങൾ ട്രെയിലർ പറഞ്ഞിട്ടുണ്ട്. സോ ബേസിക്കലി ഈതൻ ഹണ്ട് വൈസസ് എ എന്നാണ് സിനിമ എടുത്തുകൊണ്ട് പോകാൻ പോകുന്നത്. അത് മാത്രമല്ല റാബിറ്റ് ഫുഡ് പോലുള്ള ഒരു ബയോ വെപ്പൺ കാണിച്ചിട്ടുണ്ട്. സോ എന്തിനെ ബേസാണ് സിനിമ എടുത്തുകൊണ്ടൊന്നും അറിയത്തില്ല. സോ ഇത് മിഷൻ ഇമ്പോസിബിളിൻ്റെ ഫൈനൽ പാർട്ടാണ്. മിഷൻ ഇമ്പോസിബിൾ ഫാൻസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ലൈക്ക് ചെയ്ത് വീഡിയോ ഷെയർ ചെയ്ത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും താഴെ കമൻറ്റ് ചെയ്യുക. ഈതൻ ഹണ്ട് ഫാൻസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു ദിവസം മറ്റൊരു കാണാൻ അതൊരു